ആഗോള സമാധാനം മുൾമുനയിൽ നിൽക്കുന്ന ഇക്കാലത്ത് ഒരു കുഞ്ഞു പാക്കറ്റ് മെലോഡി ചോക്ലേറ്റ് നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരമാകുന്നു. ഇന്ത്യ ഇറ്റലി പ്രധാനമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെലോഡി ചോക്ലേറ്റ് നൽകിയത്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന മോദി മെലോണി ചിത്രങ്ങൾക്കും അപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിനെ ഇത് തുറന്നു കാണിക്കുന്നു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി, കടൽക്കൊല കേസ്, അങ്ങനെ നിരവധി നിയമ പോരാട്ടങ്ങളും ഇന്ത്യ ഇറ്റലി ബന്ധത്തിലുണ്ടാക്കിയ വിള്ളലുകളും വളരെ വലുതായിരുന്നു. അവയെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആശ്വാസത്തിലാണ് നയതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിൽ യൂറോപ്പിന് വർദ്ധിച്ചുവരുന്ന സ്ഥാനമാണുള്ളത്. അമേരിക്കൻ തീരുവ യുദ്ധം മുതൽ പശ്ചിമേഷ്യൻ സംഘർഷം വരെ എത്തി നിൽക്കുന്ന നിയന്ത്രണങ്ങളാലും സമ്മർദ്ദങ്ങളാലും നയിക്കപ്പെടുന്ന സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റം ഇന്ത്യ ആഗ്രഹിക്കുന്നു. സൗഹൃദ സമീപനങ്ങളിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. നിലവിലെ ആഗോള സാഹചര്യങ്ങളിൽ ചൈനയുമായുള്ള ബന്ധത്തിലും വിശ്വാസ്യത ഉറപ്പിക്കാനാവാത്ത സ്ഥിതിയാണുള്ളത്. അതിർത്തി തർക്കം തുടരുന്നത് ഇന്ത്യ ചൈന ബന്ധത്തിൽ ഇന്നും കല്ലുകടിയായി നിലനിൽക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ദൃഢതയ്ക്കും മങ്ങലേൽപ്പിച്ചു. ഇതെല്ലാം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. 2025-29 കാലയളവിലേക്കുള്ള ജോയിന്റ് സ്ട്രാറ്റജിക് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന പേരിൽ പ്രതിരോധം, സാങ്കേതികവിദ്യ, ഊർജ്ജം, വ്യാപാരം തുടങ്ങിയ മേഖലകൾക്കായി വ്യക്തമായ റോഡ് മാപ്പ് ഇരു രാജ്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇറ്റലി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യയുടെ 4ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. ഇന്ത്യയെ ഗൾഫ് രാജ്യങ്ങൾ വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമായാൽ അതിന്റെ പ്രധാന കേന്ദ്രമായി ഇറ്റലി മാറും. ഇന്ത്യയെ ഇറ്റലിയിലെ ജനോവ തുറമുഖവുമായി ഡിജിറ്റലായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പദ്ധതിയായ സ്പാർക്കിൾ എയർടെൽ ബ്ലൂ രാമൻ സമുദ്രാന്തര കേബിൾ പദ്ധതിയും ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. ഈ അവസരത്തിൽ ഇന്ത്യ ഇറ്റലി ബന്ധത്തിലുണ്ടായ പ്രകടമായ മാറ്റവും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.